അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ മാസം സമാഗതമാവുകയാണ്. അല്ലാഹു ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ. ഇന്ന് കഴിഞ്ഞ റജബ് മാസം പുലർന്നത് മുതൽ വിശ്വാസി സമൂഹം പ്രാർത്ഥനയിലാണ്. പരിശുദ്ധ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടുത്തെ ആ മാതൃക അതായിരുന്നു. റജബ് മാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ റമദാനിലേക്കുള്ള തകൃതിയായിട്ടുള്ള ഒരുക്കമാണ് അതിൽ നിന്നെല്ലാം ഉദ്ദേശിക്കുന്നത്. ആത്മസംസ്കരണം തന്നെയാണല്ലോ റമദാൻ ലക്ഷ്യം വെക്കുന്നത്. മനുഷ്യ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മനുഷ്യ സഹജമായിട്ട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് വാക്കിലും പ്രവൃത്തിയിലും നോക്കിലും ഒക്കെ വന്നു ചേരാം. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ളൊരു മോചനം തന്നെയാണ് റമദാൻ നമുക്ക് നൽകുന്നത്. എല്ലാ തെറ്റുകളെയും കരിച്ചു കളയുന്ന മാസം എന്നുകൂടി റമദാന് അർത്ഥമുണ്ടല്ലോ. പ്രതീക്ഷയുടെ മാസമാണ്, സംസ്കരണത്തിൻ്റെ മാസമാണ്. റമദാനിൽ സാക്ഷിയാവുക എന്നുള്ളതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, റമദാൻ്റെ പുണ്യം പരിപൂർണമായും അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിരുന്നുവെങ്കിൽ വർഷം മുഴുവനും റമദാനാകുവാൻ നമ്മൾ കൊതിക്കുമായിരുന്നുവെന്ന് ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം പുണ്യമാണ്. നമ്മുടെ ഓരോ സൽക്കർമ്മത്തിനും 10 മടങ്ങ് പ്രതിഫലമാണ് റമദാനിൽ അള്ളാഹു നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ളത്. ലോകത്തിന് മുഴുവൻ നന്മ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ കടമ. സത്യവും സമാധാനവും നീതിയും അതുപോലെ തന്നെ സഹജീവികളുള്ള സ്നേഹവും ഇതര മതസ്ഥരുമായിട്ടുള്ള സൗഹാർദ്ദവും ജീവിത സുരക്ഷയും സ്ത്രീ സമൂഹത്തോട് അങ്ങേയറ്റം ബഹുമാനത്തോടെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെ പരിശുദ്ധ ഖുർആനും സുന്നത്തും നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അപ്പോൾ ഈ നന്മകൾ അത് കൂടുതൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ. റമദാനെ പരിപൂർണമായും ധന്യമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. റമദാൻ്റെ ആദ്യ പകുതി എന്നുള്ളത് റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ആദ്യ പകുതിയാണ്. രണ്ടാമത്തെ പകുതിയിലാകട്ടെ മഗ്ഫിറത്താണ്. രണ്ടാമത്തെ പകുതിയിൽ നമ്മുടെ മഗ്ഫിറത്ത്. മൂന്നാമത്തെ പകുതിയിലാകട്ടെ ഇത്ഖു മിനൻ നാറാണ്, നരക വിമോചനത്തിൻ്റെ നാളുകളാണ്. അപ്പോൾ അള്ളാഹു എല്ലാം ഒരുക്കി തന്നിരിക്കുന്നു. ഇനി അതിലേക്ക് നമ്മൾ ഗൗരവ ബുദ്ധിയോടെ തന്നെ അതിനെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലായ്പ്പോഴും നമുക്കുണ്ടാകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. പരിശുദ്ധ റമദാൻ ആശംസകൾ. രാജ്യങ്ങളും സമൂഹവും സമുദായവും കുടുംബവും നാടും എല്ലാം നന്നാവാൻ ആദ്യം വ്യക്തി നന്നാവുകയാണ് വേണ്ടത്. വ്യക്തി ശുദ്ധീകരണം, അതിൻ്റെ മനസ്സ് സർവ പാപങ്ങളിൽ നിന്നും കഴുകിക്കളഞ്ഞ് ആരോടും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാവില്ല, ഒരനീതിയും അക്രമവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കും, എല്ലാവരോടും ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കും. സഹജീവികൾക്ക് വെള്ളവും ഭക്ഷ്യവസ്തുക്കളും ആവശ്യമായ സംരക്ഷണങ്ങളും നൽകി ഈ നാടിൻ്റെ സംരക്ഷകനായി ജീവിക്കും. നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കും എന്ന പ്രാർത്ഥന അധിഷ്ഠിതമായി സൃഷ്ടാവായ റബ്ബിന് വിനയാന്വിതനായി സർവസ്വം സമർപ്പിച്ച് കഴിയുക എന്നതാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. എല്ലാവർക്കും റമദാൻ ആശംസകൾ.